Hello friends, welcome to another lecture of Make Mechanical Simple. See, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്നുള്ള സബ്ജക്റ്റിൽ നിന്നും മൊഡ്യൂൾ 1ന്റെ ഒരു റിവിഷൻ ആണ്. Okay, this is my very first lecture from the subject of heat and mass transfer. ഇപ്പോൾ മൊഡ്യൂൾ 1ൽ നമുക്കറിയാം മേജറായിട്ട് നമുക്ക് പ്രോബ്ലം പാർട്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമ്പോസിറ്റ് വാൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് സിലിണ്ടർ ഓർ കോമ്പോസിറ്റ് സ്ഫിയർ. ഈ മൂന്ന് കാറ്റഗറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് ഷുവറാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരേ ഐഡിയയാണ്, ഇക്വേഷനിൽ ചെറിയ മാറ്റം ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ആ ഇക്വേഷൻ ആണെങ്കിൽ യു ക്യാൻ റെഫർ ഇൻ ദി ഡാറ്റ ബുക്ക് ഓൾസോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ്ലി എന്താണ് ഫോറിയേഴ്സ് ലോ എന്ന് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താണെന്ന് കൂടി ഡിസ്കസ് ചെയ്യും. കാരണം നമുക്ക് ഈ കോമ്പോസിറ്റ് വാളിലും സ്ഫിയറിലും സിലിണ്ടറിലെല്ലാം ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്ലൂയിഡ് ലെയറും കൂടിയും വരാം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ പ്രോബ്ലംസ് ഈ ലെക്ചറിൽ തൽക്കാലം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഞാൻ ഉടൻ ഇറക്കുന്നതാണ്, നാളെയോ മറ്റന്നാളോ ആയിട്ട്. കാരണം എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ഒരു ലെക്ചറായിട്ട് ഇറക്കും. പ്രോബ്ലംസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ലെക്ചറിലായിരിക്കും ഇനി ചെയ്യുന്നത്. അത് ഉടൻ തന്നെ വരുന്നതാണ്. Okay, so if you are new to my channel, consider subscribing and click the bell icon for getting further updates, and don't forget to like, comment and share so that your friends can also learn online, and check out my Telegram channel for PDF notes of all my lectures. Okay, see friends, first module il ninnum namukku expect cheyavunna oru important question aanu കോമ്പോസിറ്റ് വാൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് സിലിണ്ടർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ ഒരു പ്രോബ്ലം. ഇത് യൂഷ്വലി 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ മൂന്ന് കേസിലും ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരേ ലോ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ദി വെരി ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി ഫോറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ ഈ ലെക്ചറിൽ മേജർലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫോറിയേഴ്സ് ലോ ഈ മൂന്ന് കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും, അഥവാ വാളിൻ്റെ കേസിൽ, സിലിണ്ടറിൻ്റെ കേസിൽ ആൻഡ് സ്ഫിയറിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് വിൽ ബി എക്സ്റ്റെൻഡിങ് ദിസ് കൺസെപ്റ്റ് ഇൻ ടു കോമ്പോസിറ്റ് വാൾസ്, കോമ്പോസിറ്റ് സിലിണ്ടർ ആൻഡ് കോമ്പോസിറ്റ് സ്ഫിയർ. Okay, so first of all, let's see what is Fourier's law of heat transfer. Okay, അപ്പോൾ Fourier's law of heat transfer നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, because it is the very fundamental law of heat transfer. So I have written the equation for Fourier's law, that is Q is equal to the heat transfer rate. Q is equal to minus Ka dt by dx. I'll explain all the terms. That is, here K is the thermal conductivity of the material and A is the area of heat transfer. See, usually നമ്മൾ area of heat transfer നടക്കുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, now the term dt by dx നെ നമ്മൾ യൂഷ്വലി ഒരുമിച്ചാണ് പറയാറുള്ളത്, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. dt by dx നെ നമ്മൾ ലൈക്ക് വി ഹാവ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ആൻഡ് ദി ഷിയർ സ്ട്രെസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതേപോലെ dt by dx നെ നമ്മൾ വിളിക്കുന്ന പേരാണ് temperature gradient. Okay, now let's say we have a plane wall across which we have temperatures T1 and T2, and let's say T1 is greater than T2 for the time being. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോഴും ഹയർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റീജിയനിലേക്ക് നടക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് Ka T1 minus T2 by L. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു, ആ മൈനസ് സൈൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത്. സി, ഇവിടെ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യാറുള്ളത് T2 minus T1 എന്നാണ്. ദാറ്റ് മീൻസ് ദ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഫൈനൽ ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ ദി ഇനീഷ്യൽ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ ദ ക്വാണ്ടിറ്റി T2 minus T1 വിൽ ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു എക്സ്ട്രാ നെഗറ്റീവ് സൈന് ഇവിടെ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതർവൈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഇൻ ടേംസ് ഓഫ് T1 ആൻഡ് T2 എഴുതുന്ന സമയത്ത് വി വോണ്ട് പുട്ട് ദാറ്റ് നെഗറ്റീവ് സൈൻ. ആ നെഗറ്റീവ് സൈനിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ T2 minus T1 എന്തായിട്ട് മാറും? T1 minus T2 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് T1 ആൻഡ് T2 എഴുതുന്ന സമയത്ത് എപ്പോഴും നെഗറ്റീവ് ഇല്ലാതെയാണ് എഴുതാറുള്ളത്. ദാറ്റ് ഈസ് Ka ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ദി തിക്നെസ് ഓവർ വിച്ച് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ്, ദാറ്റ് ഈസ് L. ഇപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ തിക്നെസ് ഇവിടെ dx എന്നാണെന്നുണ്ടെങ്കിലും യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് L. ഓക്കെ, that is the thickness. See, now we can rearrange this equation. So I am going to bring this Ka into denominator.
So what will happen? We have got the equation like this, T1 minus T2 divided by L by Ka. Now look at this equation. We can compare this equation with the Ohm's law in electrical. See, I have written the Ohm's law here for your reference. That is I is equal to V by R, where R is the electrical resistance. അപ്പോൾ ഈ ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ദിസ് ടേം എൽ ബൈ കെ എ ആസ് തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ടേമിനെ ടുഗദർ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് തെർമൽ റെസിസ്റ്റൻസ്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആർ തെർമൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എൽ ബൈ കെ എ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇനി വെദർ ഇറ്റ് ഈസ് കോമ്പോസിറ്റ് വാൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് സിലിണ്ടർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് സ്ഫിയർ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ കേസിലും നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. Okay, now ഇപ്പോൾ നമ്മൾ കണ്ടത് how we can write an equation in the case of a single wall. Okay, now we are going to extend this concept into a composite wall. Okay, the procedure will be the same in the case of cylinder as well as sphere. Okay, പിന്നെ ഇതേ കൺസെപ്റ്റ് നമുക്ക് കോമ്പോസിറ്റ് വാളിലേക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഫോർ ദാറ്റ് ഐ ഹാവ് കൺസിഡേർഡ് 3 ലെയർ ഉള്ള ഒരു കോമ്പോസിറ്റ് വാൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ലിസ്റ്റഡ് ദി ടെമ്പറേച്ചർ ഹിയർ ഈസ് T1 ആൻഡ് ഹിയർ ഈസ് T2 ആൻഡ് ഹിയർ ഈസ് T3 ആൻഡ് ഹിയർ ഈസ് T4 ആൻഡ് ദി കറസ്പോണ്ടിങ് തിക്നെസ് ആർ എല്ലാം മൂന്ന് ലെയറാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് നെയിംഡ് ഇറ്റ് ആസ് A, B, C. സോ ദ കറസ്പോണ്ടിങ് തിക്നെസ്സസ് ആർ LA, LB ആൻഡ് LC. ഓക്കെ, അപ്പോൾ നമുക്ക് വി ക്യാൻ റൈറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ ഈച്ച് ലെയർ കൺസിഡറിങ് ഈച്ച് ലെയർ ഇൻഡിവിജ്വലി. ഓരോ ലെയറിനെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഹീറ്റ് ട്രാൻസ്ഫറിന് ഇക്വേഷൻ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 ലെയർ മാത്രം കൺസിഡർ ചെയ്യാം. ഈ 2 ലെയർ അല്ലെങ്കിൽ ഈ 2 ലെയർ മാത്രം കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ 3 ലെയറും ഒരുമിച്ച് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിൽ ബി ദ സെയിം ത്രൂ ഓൾ ദി വാൾസ്. ഇവിടെ കയറുന്ന ഹീറ്റ് തന്നെ ആയിരിക്കും ഇവിടെ പുറത്ത് പോകുന്ന ഹീറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് ഇതിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറും ഇതിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറും ആൻഡ് ഇതിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് വേണമെങ്കിൽ ഇഫ് ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ വരിക എന്നുള്ളത് നോക്കാം. അഥവാ ഞാനിവിടെ ആദ്യം ഓരോ ലെയേഴ്സും ഇൻഡിവിജ്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ലൈക്ക് നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതിയ പോലെ. അപ്പോൾ വി ക്യാൻ സേ ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ ഫസ്റ്റ് ലെയർ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ അവിടുത്തെ കറസ്പോണ്ടിങ് തെർമൽ റെസിസ്റ്റൻസ്. അവിടുത്തെ കറസ്പോണ്ടിങ് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദാറ്റ് ഈസ് LA ഡിവൈഡഡ് ബൈ KA ഇൻറ്റു A. And similarly, and that is equal to the same heat transfer we can express in another way, and that is equal to considering the second layer. Second layer മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? T2 മൈനസ് T3 ഡിവൈഡഡ് ബൈ അവിടുത്തെ കറസ്പോണ്ടിങ് തെർമൽ റെസിസ്റ്റൻസ് പറയുന്നത് ആരാണ്? LB ഡിവൈഡഡ് ബൈ KB ഇൻറ്റു A. ഓക്കെ, അപ്പോൾ KA, KB, KC എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ഓരോ മെറ്റീരിയലിൻ്റെയും തെർമൽ കണ്ടക്ടിവിറ്റിയാണ് കേട്ടോ. ഓക്കെ, 3 ഡിഫറെൻറ്റ് വാൾ എന്ന് പറയുമ്പോൾ 3 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് സിമിലർലി കൺസിഡറിങ് ദി തേർഡ് ലെയർ അലോൺ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ LC ബൈ KCA. അപ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതി എന്നുള്ളതാണ്. നൗ ഇഫ് യു കൺസിഡർ ഓൾ ദീസ് ലെയേഴ്സ് ടുഗെദർ, ഇപ്പോൾ ടുഗെദർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തെർമൽ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോഴും അവിടെ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെ കൂടിയും തെർമൽ റെസിസ്റ്റൻസ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടി വരും. ഓക്കെ, പക്ഷേ ന്യൂമറേറ്ററിൽ നമ്മൾ ഇന്ന് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ദി ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ദി ഫൈനൽ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈസ് ഈക്വൽ ടു T1 മൈനസ് T4 ഡിവൈഡഡ് ബൈ this is the thermal resistance provided by the first layer and this is the thermal resistance provided by the second layer and this is the thermal resistance provided by the third layer as well. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിറ്റ് വാൾ ആണെങ്കിലും കോമ്പോസിറ്റ് സിലിണ്ടർ ആണെങ്കിലും സ്ഫിയർ ആണെങ്കിലും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ചില പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചറും തരാം, എന്നിട്ട് ഫൈനൽ ടെമ്പറേച്ചർ തരുന്നതിന് പകരം ഒരു ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ള T3 തരാം. ഓക്കെ, അപ്പോൾ അത്തരം പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? ഈ 2 ലെയർ മാത്രം കൺസിഡർ ചെയ്യാം. നമുക്ക് ഏതൊക്കെ ടെമ്പറേച്ചേഴ്സ് ആണോ തന്നിട്ടുള്ളത് ആ 2 ടെമ്പറേച്ചറിൻ്റെ ഇടയിലുള്ള ലെയേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 Aയും Bയും വാളും മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ആസ് T1 മൈനസ് T3 ഡിവൈഡഡ് ബൈ ഈ 2 തെർമൽ റെസിസ്റ്റൻസ്, അഥവാ ഇത് അതിൽ വരില്ല. ഓക്കെ, ഈ മൂന്നാമത്തെ വാൾ നമ്മൾ കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ തെർമൽ റെസിസ്റ്റൻസ് അതിൽ വരില്ല. ഈ T4ന് പകരം ഇവിടെ എന്തായിട്ട് മാറും? T3 ആയിട്ട് മാറും. ഓക്കെ,
See, so far നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് സോളിഡ് ബൗണ്ടറിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Now, what will be the heat transfer between a solid layer and a fluid layer? Okay, so for that I have considered a solid boundary here, and surrounding that we have a fluid layer over here. Okay, and let's say the temperature of the solid body is T and temperature of the fluid layer is T infinity. ചില കേസിൽ നമുക്ക് TF എന്നും വേണമെങ്കിൽ എടുക്കണം. We can take it as TF. And let's say T is greater than T infinity. Okay, T is greater than T infinity. Now, to find the heat transfer rate in this case, we need the help of Newton's law of cooling. അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ എക്സ്പ്രഷൻ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q is equal to HA into T minus T infinity. അപ്പോൾ എപ്പോഴും ഹയർ ടെമ്പറേച്ചർ കൂടുതലുള്ള വാല്യൂ ആണ് നമ്മൾ ഇനീഷ്യലി എഴുതുന്നത്. ഓക്കെ, so where H is the heat transfer coefficient and A is the area of heat transfer, T is the temperature of the solid body and T infinity is the temperature of the fluid body. അപ്പോൾ it can be ഇങ്ങനെ T infinity minus T യും വരാം കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ഫ്ലൂയിഡ് ആണ് കൂടുതലെങ്കിൽ ഇത് നമുക്ക് റിവേഴ്സ് എഴുതാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിയ ടെമ്പറേച്ചറാണ് ഹയർ ടെമ്പറേച്ചറാണ് ഇനീഷ്യൽ എഴുതുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്തിട്ടും വരാം. നോ ഇഷ്യൂ ഇൻ ദാറ്റ്. നൗ we can rearrange this equation comparing with the Ohm's law. അപ്പോൾ Ohm's law ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്കിത് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം? ഈ HAനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം. Okay, now the equation become like this. So T minus T infinity divided by 1 by HA. അപ്പോൾ ഈ 1 by HA എന്നുള്ള ക്വാണ്ടിറ്റീനെ അപ്പോൾ നമുക്ക് വിളിക്കാവുന്ന പേരെന്താണ്? That is nothing but the thermal resistance in this case. Okay, അപ്പോൾ ഇത് ഒരു സോളിഡ് ബൗണ്ടറിയും ഒരു ഫ്ലൂയിഡ് ലെയറും തമ്മിലുള്ളതാണ് നമ്മൾ എഴുതിയത്. Now we are going to extend this concept to the case of composite wall. That means ഒരു കോമ്പോസിറ്റ് വാളിനെ സറൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫ്ലൂയിഡ് ലെയർ ഉണ്ട്, ആൻഡ് സിമിലർലി അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് അനദർ ഫ്ലൂയിഡ് ലെയർ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സേ ഹിയർ വി ഹാവ് എ ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് ഹിയർ വി ഹാവ് എ കോൾഡ് ഫ്ലൂയിഡ്. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഈസ് THF ആൻഡ് സോളിഡ് ബൗണ്ടറീസിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പ്രീവിയസ് കേസിലെ പോലെ തന്നെ T1, T2, T3 എന്ന് എടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഈസ് ടേക്കൺ ആസ് TCF. ഓക്കെ, ആൻഡ് ദ തിക്നെസ് ഈസ് LALB ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത അതേ കൺസെപ്റ്റാണ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിൽ ബി ദ സെയിം ത്രൂ ഓൾ ദ ലെയേഴ്സ്. ഈ ഓരോ ലെയേഴ്സും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിൽ ബി ദ സെയിം. ഓക്കെ, അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ട തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഞാനിവിടെ ആദ്യം ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് Q is equal to ഫസ്റ്റ് ലെയർ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് പറയുന്നത് ആരാണ്? THF. THF is the temperature of the hot fluid minus T1 divided by അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ്. അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് 1 by HA. 1 by HHF into A. HHF എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ലെയർ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് T1 minus T2 L by KA ആൻഡ് ഹിയർ ഓൾസോ T2 minus T3 L by KA. ആൻഡ് ലാസ്റ്റ് ലെയർ നോക്കൂ, അഗൈൻ ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് ലോ ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ രണ്ടെണ്ണം ഫൊറിയർ ലോ, ഈ രണ്ടെണ്ണം ന്യൂട്ടൺസ് ലോ. ടോട്ടൽ നമുക്ക് 4 ലെയറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് T3 minus TCF ഡിവൈഡഡ് ബൈ 1 by HCF into A. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുന്ന ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ എപ്പോഴും ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ. ഇവിടെ ഞാൻ THF minus T1 എഴുതിയത്, ഇവിടെ T3 minus TCF എന്ന് എഴുതിയത്. ഓക്കെ, ശ്രദ്ധിക്കുക, എപ്പോഴും സോളിഡ് മൈനസ് ഫ്ലൂയിഡ് എന്ന് എഴുതേണ്ട കാര്യമില്ല. നമുക്കത് എപ്പോഴും ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും അത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇനിയും ഇത് 4 ലെയറും നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, 4 ലെയറും നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് THF minus TCF, ദാറ്റ് ഈസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ദി ഫൈനൽ ടെമ്പറേച്ചർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ദി എൻറ്റയർ തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, എല്ലാ തെർമൽ റെസിസ്റ്റൻസിനും കൂടി ആഡ് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള തെർമൽ റെസിസ്റ്റൻസ്, ഇവിടെയുള്ള തെർമൽ റെസിസ്റ്റൻസ്, ഇവിടെയുള്ളത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. Okay, see, next we are going to discuss how we can extend the Fourier's law in the case of hollow cylinder and hollow sphere. Okay, so we can consider this as either the cross section of a cylinder or the cross section of a sphere. Okay, so first we will discuss the hollow cylinder case. So for the time being, you consider this as the cross section of a cylinder, a hollow cylinder.
Okay, so let's say R1 is the inner radius and R2 is the outer radius of the cylinder, and T1 is the temperature of the inner wall. ഈ wallന്റെ temperature ആണ് T1 ട്ടോ, and T2 is the temperature of the outer wall. Okay, for the time being I am not considering any fluid layer over here. Okay, ഞാനിവിടെ ഒരു സിംഗിൾ സോളിഡ് ലെയർ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what will be the equation for heat transfer in this case? Okay, equation become heat transfer rate Q is equal to T1 minus T2 divided by log R2 by R1 divided by 2 pi Lk. Okay, so if you compare this equation with the Ohm's law, we can say the term in the denominator will be the thermal resistance. Okay, so R thermal in this case is log R2 by R1 divided by 2 pi Lk. Okay, ഇവിടെയും ഞാൻ T1 is greater than T2 എന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് I have written here T1 minus T2. Okay, so this is the equation in the case of hollow cylinder. ഞാനിപ്പോൾ അതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും, അത് റെഫർ ചെയ്യാം. Okay, similarly in the case of hollow sphere, now we can consider this as the cross section of a hollow sphere. Okay, the equation become T1 minus T2 divided by R2 minus R1 divided by 4 pi k R1 R2. Okay, 4 pi k R1 R2. So in this case the thermal resistance become R2 by R1 4 pi k R1 R2. അപ്പോൾ നമ്മൾ എപ്പോഴും ഇക്വേഷൻസ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. എപ്പോഴും നമ്മൾ ഓംസ് ലോ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഹോളോ സിലിണ്ടറിൻ്റെയും ഹോളോ സ്ഫിയറിൻ്റെയും കേസാണ്. ഓക്കെ, കൺസിഡറിങ് ഒരു സിംഗിൾ ലെയർ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. Now we are going to extend the same concept into a composite cylinder and a composite sphere. So next നമ്മൾ കാണാൻ പോകുന്നത് composite cylinderൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക എന്നുള്ളതാണ്. So I have considered a cross section of a composite cylinder over here. So ഇവിടെ രണ്ട് സോളിഡ് ലെയേഴ്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ആൻഡ് രണ്ട് ഫ്ലൂയിഡ് ലെയേഴ്സും. ഇപ്പോൾ A and B are the solid layers and see ഇവിടെ ഞാൻ ഡോട്ടഡ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. That is the fluid layer inside. Okay, and here outside also we have another fluid layer. Okay, so THF is the temperature of the hot fluid and T1 is the temperature of this wall, T2 is the temperature of this wall, T3 is the temperature of this wall. Okay, TCF is the temperature of the cold fluid. And similarly we have radiuses also. R1 is the inner radius, R2 is the intermediate radius, R3 is the outer radius. Okay, അപ്പോൾ രണ്ട് solid layerഉം രണ്ട് fluid layerഉം. And let's say the heat transfer is taking place from the inner surface to the outer surface. Okay, so or from the hot fluid to the cold fluid. Okay, അപ്പോൾ നമ്മൾ വാളിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഓൾ ദി ലെയേഴ്സ് വിൽ ബി ദി സെയിം. എല്ലാ ലെയറിലൂടെയും ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വി ക്യാൻ കൺസിഡർ ഈച്ച് ലെയേഴ്സ് ഐദർ ഇൻഡിവിജ്വലി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ലെയർ മാത്രം കമ്പൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ എല്ലാ ലെയറും നമുക്ക് ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലൂയിഡ് ലെയർ ഉണ്ട് നമുക്ക്. ഈ ഡോട്ടഡ് ലൈനും ഈ സോളിഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലൂയിഡാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്ലൂയിഡ് ലെയറിന് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ വരിക? THF മൈനസ് T1 ഡിവൈഡഡ് ബൈ, അവിടെ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്, ദാറ്റ് ഈസ് 1 by HHF ഇൻറ്റു കറസ്പോണ്ടിങ് ഏരിയ. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ടുള്ളവർ ശ്രദ്ധിക്കട്ടോ, ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയയാണ്. 2 pi R1 ഇൻറ്റു L. 2 pi R1 ഇൻറ്റു L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയയാണ്. മോർ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇന്നർ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, കാരണം ആ ലാറ്ററൽ സർഫസ് ഏരിയയിലൂടെ കംപ്ലീറ്റ് എന്ത് നടക്കുന്നുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് നത്തിങ് ബട്ട് ദി ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ ഇഫ് യു കൺസിഡർ ദി ഫസ്റ്റ് സോളിഡ് ലെയർ, ഈ ലെയർ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ദി ഇക്വേഷൻ ഈസ് T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ, നമ്മൾ ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് log R2 by R1 ഡിവൈഡഡ് ബൈ 2 pi Lk. കാരണം അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് തെർമൽ കണ്ടക്ടിവിറ്റി KA ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം ആ മെറ്റീരിയൽ നമ്മൾ A എന്നാണ് നെയിം ചെയ്തിട്ടുള്ളത്. സിമിലർലി വി ക്യാൻ റൈറ്റ് ഫോർ ദി സെക്കൻഡ് സോളിഡ് ലെയർ ആൻഡ് ഫൈനലി വി ക്യാൻ റൈറ്റ് ഫോർ ദി ഔട്ടർ ഫ്ലൂയിഡ് ലെയർ. ഔട്ടർ ഫ്ലൂയിഡ് ലെയറിനും നമുക്ക് ഇതേപോലെ എഴുതാം, ദാറ്റ് ഈസ് T3 മൈനസ് TCF ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് 1 by HCF ഡിവൈഡഡ് ബൈ 2 pi R3L. See, this is also the lateral surface area and more specifically the outer lateral surface area of the cylinder. Okay.
നൗ ഇതിപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് എഴുതിയത്, ഓരോ ലെയറും ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ 2 ലെയർ മാത്രം കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ലെയർ മാത്രം കൺസിഡർ ചെയ്യുകയാണ്, ഈ 2 മാത്രം ഇത്രയേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഇടയിലുള്ള തെർമൽ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 ലെയറും ഒരുമിച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് THF മൈനസ് TCF ഡിവൈഡഡ് ബൈ എല്ലാ തെർമൽ റെസിസ്റ്റൻസും. ഈ തെർമൽ റെസിസ്റ്റൻസ് എല്ലാം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ കേസാണ്. അപ്പോൾ കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ കേസിലും ഇതേ ഫിഗറാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഞാനിത് വീണ്ടും റീഡ്രോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് സ്ഫിയറിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, പ്രീവിയസ് കേസ് പോലെ തന്നെയാണ്, നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ലെയറിൻ്റെയും ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ ലെയറേയും. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ എന്താ മാറ്റുള്ളത്, ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഫ്ലൂയിഡ് ലെയർ. ഓക്കെ, ഫസ്റ്റ് ഫ്ലൂയിഡ് ലെയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1/HHF. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇക്വേഷൻ എന്തായി, 4πr1² ആയി. ഇതെന്താണ്, ഇത് അവിടുത്തെ ഇന്നർ സർഫസ് ഏരിയ ആണ്. നമുക്കറിയാം സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, 4πr² ആണ്. അപ്പോൾ ഇന്നർ സ്ഫിയർ, ആ ഉള്ളിലുള്ള സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4πr1² ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ് ഇൻ ദിസ് കേസ്. ഓക്കെ, അതേപോലെ ഇവിടെ തെർമൽ റെസിസ്റ്റൻസിലുള്ള ഇക്വേഷനിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നോക്കൂ, സെക്കൻഡ് ലെയർ നോക്കൂ, R2 മൈനസ് R1 4πk R1 R2. സോ ദിസ് ഇക്വേഷൻ ആൻഡ് ഹിയർ R3 മൈനസ് R2 ഡിവൈഡഡ് ബൈ 4πkb R2 R3. Okay, and last layer നോക്കൂ, again here we are applying the Newton's law of cooling and this term is the outer surface area of this sphere. Okay, this is nothing but the area. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ഇനി നമ്മൾ ഈ 4 ലെയറും ഒരുമിച്ച് കമ്പൈൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമാണെങ്കിൽ അപ്പോൾ എന്താ വരിക, THF മൈനസ് TCF ഡിവൈഡ് ബൈ എല്ലാ തെർമൽ റെസിസ്റ്റൻസും നമ്മൾ ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് 2 ഫ്ലൂയിഡ് ലെയർ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറും, ഈ 2 തെർമൽ റെസിസ്റ്റൻസ് നമ്മളിവിടെ എഴുതണ്ട, ഇവിടെ THF മൈനസ് TCF എന്നുള്ളതിന് പകരം എന്തായിട്ട് മാറും, അവിടെ T1 മൈനസ് T3. കാരണം ഇവിടുത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഇവിടുത്തെ ഫൈനൽ ടെമ്പറേച്ചർ അപ്പോൾ എന്തായിട്ട് മാറും, T1 മൈനസ് T3 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എത്ര ലെയർ ഒരുമിച്ച് കൺസിഡർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പ്രോബ്ലത്തിൽ തന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഏതൊക്കെ ടെമ്പറേച്ചറാണോ തന്നത്, സപ്പോസ് നിങ്ങൾക്ക് T1ഉം TCF ആണ് തന്നു വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള മൊത്തം കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് T2ഉം T3 തന്നെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അത് പ്രോബ്ലത്തിൽ തന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഞാനൊരു സെക്കൻഡ് ലെക്ചറായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് ഒരു സെപ്പറേറ്റ് ലെക്ചറായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.